ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറിയാണ് ഇന്നുണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷേ നല്ല ടേസ്റ്റുമാണ്. ഇതിനു വേണ്ടി 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ സവോള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പച്ചമുളക് അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടും വെച്ചിട്ടുണ്ട്. ഇനി ചുവട് കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവോള നന്നായി വഴറ്റുക. ഇനി പൊടികൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. മുളക് പൊടി 2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1.5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 3 ടീസ്പൂൺ, ചിക്കൻ മസാല 1.5 ടീസ്പൂൺ എന്നിവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി സവോള കുറച്ച് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷമേ തക്കാളി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിക്കുക. മൂടി വെച്ച് വേവിക്കുക. ഞാനിതൊരു അരമണിക്കൂർ വേവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനൊക്കെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗരം മസാല 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഗരം മസാല അവസാനം ചേർക്കുമ്പോൾ അതിൻ്റെ മണമൊക്കെ നന്നായിട്ട് കറിയിലുണ്ടാവും.
എല്ലാവർക്കും എൻ്റെ ചിക്കൻ കറി ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഇനി വീണ്ടും കാണാം.